എന്ത് അർഹതയടാ നിനക്കത് ചോദിക്കാനുള്ള? അവന്തികയ്ക്ക് വേണ്ടി ഈ കേസിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചവനല്ലേ നീ? ഇത്രയും നാളും കുടുംബത്തെ തകർക്കാൻ ശ്രമിച്ചിട്ട് ഇപ്പൊ വലിഞ്ഞേറി വന്നിരിക്കുന്നു സ്വത്ത് മോഹിച്ചോണ്ട്. എടാ, കോടതി വിധിക്കെതിരെ അവന്തിക ഹൈക്കോടതിയിൽ അപ്പീൽ പോയിരിക്കുക. ഈ കുടുംബത്തോട് ഒരു തരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ ആദ്യം പോയി അത് തടയാൻ നോക്ക്. അവകാശം ചോദിച്ചുകൊണ്ട് കേറി വന്നിരിക്കുക. നിങ്ങൾ ഈ കാണിക്കുന്ന കുടുംബസ്നേഹവും ആത്മാർത്ഥതൊക്കെ എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയണം. തനിക്ക് ഇവിടെ ഉള്ളവന്റെ കണ്ണിൽ പൊടിയിടാം, പക്ഷേ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ജീവിച്ചിരിപ്പില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും ഒരു ഭാര്യ സ്നേഹവും പറഞ്ഞ് താൻ ഇവരെയൊക്കെ പറ്റിച്ച് നല്ല പിള്ള ചമഞ്ഞ് നിൽക്കുമല്ലോ. വക്കീലെന്നും പറഞ്ഞ് കൊള്ളാവുന്ന ഒരുത്തിയെ താൻ ഈ വീട്ടിൽ കയറ്റിയിരിക്കുന്നത്. ഇവരെയൊക്കെ പറ്റിച്ച് ഈ സ്വത്തെല്ലാം കൈവശപ്പെടുത്തി അവളെ അടിച്ചുകൊണ്ട് പോയി സുഖമായിട്ട് ജീവിക്കാനല്ലോ. നീ ഇപ്പൊ പറഞ്ഞതിന് നിന്റെ നാവ് പിഴുതെടുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, കൂടെപ്പിറപ്പായതുകൊണ്ട് മാത്രം വിട്ടുകളയാ. ഇനി ഇവിടെ നിന്ന് തോന്നിവാസം പറഞ്ഞ ആ ബന്ധം ഞാനങ്ങ് മറക്കും. ഇതുപോലിങ്ങനെ നിവർന്നു നിൽക്കാൻ പിന്നെ നിനക്ക് പറ്റില്ല. ഇറങ്ങിപ്പോടാ. എല്ലാം കൂടെ ഒറ്റയ്ക്കങ്ങ് സ്വന്താക്കാൻ താൻ കരുതണ്ട. എനിക്ക് അവകാശപ്പെട്ടത് വാങ്ങാനേ എനിക്കറിയാം. കാണിച്ചു തരാം എല്ലാത്തിനെയും. മൂർത്തി ഉണ്ടോ ഇവിടെ? ഇല്ല, അയാൾ ഓഫീസിൽ പോയിരിക്കുക. അവന്തിക്ക് മുകളിലുണ്ട്. കൊറേ നേരമായിട്ട് ആരെ ഫോണിൽ വിളിച്ചോണ്ടിരിക്കുക. രണ്ടുപേർക്കും സുഖല്ലേ? ഇവിടെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇവിടെ വന്നപ്പോഴല്ലേ എല്ലാവരെയും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത്. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട, ആദ്യം ഞാൻ അവന്തിക്ക് ഒന്ന് കണ്ടിട്ട് വരട്ടെ. ആ, മിസ്റ്റർ ശേഖർ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ഈ പറയുന്ന പ്രോപ്പർട്ടി വാങ്ങാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അതിന്റെ ഡോക്യുമെന്റ്സ് ക്ലിയർ അല്ല. അത് നിങ്ങൾ ക്ലിയർ ആക്കി തരണം. ആഹാ, എപ്പോ? ക്ലിയർ ആക്കിയോ? ഗുഡ്. ഒരു കാര്യം ചെയ്യൂ, ക്ലിയർ ചെയ്ത ഡോക്യുമെന്റ്സ് ആദ്യം എന്റെ മെയിലിലേക്കൊന്ന് അയക്കൂ. എന്റെ അഡ്വക്കേറ്റ് കൺവിൻസ് ആവുകയാണെങ്കിൽ നാളെ തന്നെ അഗ്രിമെന്റ് എഴുതി അഡ്വാൻസ് കൊടുക്കാം. എന്തു പറയുന്നു? ശരി, എന്നാ പിന്നെ മെയിൽ അയക്കും. ആ, അല്ല, ഇതാരാ? സമൃദ്ധയോ? ഒന്ന് വിളിച്ചതുപോലും ഇല്ലല്ലോ. വലിയ വലിയ വിജയങ്ങൾ നേടുമ്പോ ഇതുപോലെ അപ്രതീക്ഷിതമായിട്ട് നേരിട്ട് വന്ന് കൺഗ്രാറ്റ്സ് പറയുന്നതാണ് നല്ലതെന്ന് തോന്നി. എന്തായാലും കേസിൽ സ്റ്റേ കിട്ടിയല്ലോ. കൺഗ്രാറ്റ്സ്. താങ്ക്സ്. സമൃദ്ധ ഇരിക്കെ, വാ. സത്യം പറഞ്ഞ ഈ സ്റ്റേ എനിക്ക് കേസ് ജയിക്കുന്നതിന് തുല്യ. ഐ എം വെരി ഹാപ്പി. എന്തോ പുതിയ ഡീൽ ഒത്തു വന്നിട്ടുണ്ടല്ലോ. ഞാനിങ്ങോട്ട് കയറി വരുമ്പോ ഫോണിൽ സംസാരിക്കുന്ന കേട്ടു. അതോ? അതൊരു പ്രോപ്പർട്ടി വാങ്ങുന്ന കാര്യ, ഒരു ഹോസ്പിറ്റല്. ഭാവിയിൽ എന്റെ മോളെ പഠിപ്പിച്ച് ഡോക്ടറാക്കി കഴിയുമ്പോ അവൾക്ക് സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ. ഇപ്പോഴാവുമ്പോ അത് ലാഭത്തിൽ കിട്ടി. എന്നാ പിന്നെ അതങ്ങ് വാങ്ങിച്ചേക്കാന്ന് കരുതി. നന്നായി. നമുക്കൊരു ഹോസ്പിറ്റല് സ്വന്തമായിട്ടുള്ളത് നല്ല കാര്യം. ഡോക്ടറായി കഴിഞ്ഞാ എന്റെ മോൾ ആരുടെയും കീഴിൽ പോയി ജോലി ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അവള് സ്വന്തം ഹോസ്പിറ്റലിൽ ജോലി ചെയ്യട്ടെ. അവളുടെ അമ്മ അവൾക്ക് കൊടുക്കുന്ന സമ്മാനം. അതിനൊക്കെ ഇനിയും ഒരുപാട് സമയം കിടക്കല്ലേ. അവിടെ സമൃദ്ധയ്ക്ക് തെറ്റി. നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒന്നേ ഉള്ളൂ ഈ ലോകത്ത്, അത് സമയം. നാളെ എന്താന്ന് നമുക്കറിയില്ല. കിട്ടുന്നൊക്കെ ഇതുപോലെ അങ്ങ് വാങ്ങിച്ചു കൂട്ടിയിടാം. ഹലോ, അയച്ചിട്ടുണ്ടോ? ഞാൻ നോക്കിയിട്ട് ഇപ്പൊ തന്നെ എന്റെ വക്കീലിന് അയച്ചു കൊടുക്കാം. ശരി സമൃദ്ധ, ഒരു മിനിറ്റ്, ഞാനിതൊന്ന് ഡീൽ ചെയ്തോട്ടെ.
ആ പ്രോപ്പർട്ടിയുടെ ഫോട്ടോസും ഡോക്യുമെന്റ്സും ഒക്കെ അവർ അയച്ചിട്ടുണ്ട്. ക്യാരി ഓൺ. മോനെ, ആരതിമോളുടെ മനസ്സ് എനിക്കറിയാം. അവക്ക് നിന്നെ വലിയ ഇഷ്ടമാ. ഞങ്ങളെ ഓർത്ത് നീ എതിരുന്നും പറയരുത്. അങ്ങനെ നിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. നീ ആരതിമോളെ കല്യാണം കഴിച്ചാലേ നിന്റെ ജീവിതത്തിലെ പഴയ സന്തോഷമെല്ലാം തിരിച്ചു വരും. എന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിലൊരു മാറ്റവും ഇല്ല. സച്ചി, അച്ചു എന്റെ മോളാ. എന്നിട്ട് ഞാനിത് നിന്നോട് പറയണമെങ്കിലേ നിന്റെ കാര്യത്തിൽ എനിക്ക് എത്രയും കരുതലുണ്ടെന്ന് നീ മനസ്സിലാക്കണം. നീ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നിന്നെക്കുറിച്ചും എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയ എന്റെ അച്ഛനെ കുറിച്ച് ഓർത്ത് ആദ്യം എടുത്ത് ചാകുന്നത് ഞാനായിരിക്കും. മോനെ, അച്ഛന്റെ ആത്മാവിന് പോലും നിനക്കൊരു ജീവിതം കിട്ടുന്നത് തന്നെയായിരിക്കും സന്തോഷം. നിന്നെ അവൾ അത്രയ്ക്ക് സ്നേഹിച്ചത്. നമ്മൾ സ്നേഹിക്കുന്നവര് സന്തോഷത്തോടെ ഇരിക്കണമെന്നല്ലേ ആരാണെങ്കിലും ആഗ്രഹിക്കുള്ളൂ. എന്റെ മോളും അത് മാത്രമേ ആഗ്രഹിക്കൂ. അതെനിക്ക് വിശ്വാസമുണ്ട്. ആരതിമോളും നീയും തമ്മിലുള്ള വിവാഹം ഉടനെ തന്നെ നടത്തണം. ഇനിയെങ്കിലും എന്റെ കുഞ്ഞിന്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ. അമ്മ എന്നെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ.